ലക്ഷദ്വീപിൽ വന്ന അന്നാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയ ഒരു കല്യാണത്തിന് ക്ഷണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചാൽ തന്നെ ഒരു കല്യാണം കിട്ടി കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കല്യാണമാണ്. നമുക്ക് അത്ഭുതപ്പെട്ടു. നമ്മുടെ നാട്ടിലേക്ക് എത്ര ആർഭാടമായിട്ടും എത്ര ഇതായിട്ട് കല്യാണം നടത്തി. ഇത് വളരെ സിമ്പിളായിട്ട് സ്ത്രീകൾക്ക് രാവിലെ കല്യാണ വീട്, വൈകിട്ട് ഉച്ച കഴിഞ്ഞാണ് പുരുഷന്മാർക്ക്. അങ്ങനെ 2 സെക്ഷനാണ് ഒരു കല്യാണം നടത്തുന്നത്. ഇപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പെണ്ണിൻ്റെ വീട്ടിലെ ക്ഷണം ഉണ്ടായത്. പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെക്കൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം വന്ന് രാവിലെ അവർ പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ടുപോകും. ഞങ്ങൾ കറക്റ്റ് സമയത്ത് ചെല്ലുമ്പോൾ പെൺകുട്ടിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയമായിരുന്നു. അതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണം വിളിക്കണുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ അവർ അനൗൺസ് ചെയ്യാണ്. അവരൊരു വണ്ടിയിൽ മൈക്ക് സെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ദീപം മൊത്തം അനൗൺസ് ചെയ്യും. ഇന്ന ആളുടെ വീട്ടിൽ കല്യാണം നമ്പർ. അപ്പൊ അതനുസരിച്ച് എല്ലാവരും കല്യാണത്തിൽ ചെല്ലും. പ്രത്യേകിച്ച് ക്ഷണമൊന്നും വേണ്ട. ആ നാട്ടിലൊരു കല്യാണം, ആ നാട്ടിലെ കംപ്ലീറ്റ് ഇപ്പോൾ 1000 പേരിന്റെ 1000 പേരും കല്യാണം കൂടാ. പിന്നെ വളരെ സിമ്പിൾ. അതുണ്ടോ, ഇത് കല്യാണത്തിന് ഫുഡ് കഴിക്കണാണ്. ബൊഫയോ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല. ഇത് വളരെ സിമ്പിളായിട്ട് ആ നാട്ടിലെ ലേഡീസ് കംപ്ലീറ്റ് രാവിലെ എത്തും. 12 മണി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് ശേഷം പുരുഷന്മാർ വന്ന സമയത്ത് സ്ത്രീകൾ വന്ന സമയത്ത് പുരുഷന്മാരും സാധാരണ വരാറില്ല. അത്രയും ഒരു നല്ല രസമുള്ളതാണ്. ഇതാണ് ഫുഡ് കേട്ടോ. ബീഫ് ബിരിയാണി, പിന്നെ ഒരു തേങ്ങാ ചമ്മന്തി. ഇതാണ് ആകെ ലക്ഷദ്വീപിലെ ആ കല്യാണത്തിന്റെ ഫുഡ് കേട്ടോ. ഇത് കല്യാണ ഫുഡാണ് കേട്ടോ. വിരുന്ന് സൽക്കാരം വേറെ ഉണ്ട് കേട്ടോ. കല്യാണ ചെക്കനൊക്കെ വന്നതിന് ശേഷം രാത്രിയാണ്. അത് വേണ്ടപ്പെട്ട ആൾക്കാരെയാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ എനിക്കും നല്ലൊരു സൽക്കാരം കിട്ടി നല്ല അടിപൊളി ബീഫ് ബിരിയാണി കഴിക്കാൻ പറ്റി.